അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആലീമുൽ മുതഅല്ലിം ക്ലാസ് 8. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ ഫി ഇഖ്തിയാരിൽ ഇൽമി വൽ ഉസ്താദി വശരീകി വസ്സബാത്തി അലൈഹി. ഫസ്ലുൻ ഇതൊരു അധ്യായമാണ്. ഫി ഇഖ്തിയാരിൽ ഇൽമി, ഇൽമിനെ തെരഞ്ഞെടുക്കുക. വൽ ഉസ്താദി, ഉസ്താദിനെ തെരഞ്ഞെടുക്കുക. വശരീകി, കൂട്ടുകാരൻ തെരഞ്ഞെടുക്കുക. അപ്പൊ വിജ്ഞാനം, ഗുരുനാഥൻ, കൂട്ടുകാരൻ എന്നിവ തെരഞ്ഞെടുക്കുക. വസ്സബാത്തി അലൈഹി, അതിൽ ഉറച്ചു നിൽക്കുക. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന അധ്യായമാണ്. വയംബഗി ലിത്വാലിബിൽ ഇൽമി അൻ യഖ്താറ മിൻ കുല്ലി ഇൽമിൻ അഹ്സനഹു. വയംബഗി, അത്യാവശ്യമാണ്. ലിത്വാലിബിൽ ഇൽമി, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് അൻ യഖ്താറ, അവൻ തെരഞ്ഞെടുക്കൽ. മിൻ കുല്ലി ഇൽമിൻ അഹ്സനഹു, എല്ലാ വിജ്ഞാനത്തിൽ നിന്നും ഏറ്റവും മികച്ചത് തെരഞ്ഞെടുക്കൽ അത്യാവശ്യമാണ്. അപ്പൊ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിജ്ഞാനത്തിൽ നിന്നും ഏറ്റവും മികച്ചത് തെരഞ്ഞെടുക്കുക, അത് അത്യാവശ്യമാണ്. അതെന്താണ്? മിമ്മാ യഹ്താജു ഇലൈഹി മിൻ അംരി ദീനിഹി ഫിൽ ഹാലി. അപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് ആവശ്യമായി വരുന്ന മതനിയമങ്ങൾ, അതായത് യഹ്താജു ഇലൈഹി, അതിലേക്ക് ആവശ്യമായി വരും മിൻ അംരി ദീനിഹി, ദീനിന്റെ കാര്യങ്ങൾ, ഫിൽ ഹാലി, നിലവിൽ, അപ്പോൾ ആ സാഹചര്യത്തിൽ ആവശ്യമായി വരുന്ന മതനിയമങ്ങൾ. സുമ്മ മാ യഹ്താജു ഇലൈഹി ഫിൽ മആലി, പിന്നെ പഠിക്കേണ്ടത് ഭാവിയിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളെ കുറിച്ചും. അപ്പൊ എന്താണോ ആവശ്യം അത് പഠിക്കുക, പിന്നെ ഭാവിയിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളും പഠിക്കുക. അങ്ങനെയാ, ഓരോന്നിനും ഓരോ തർത്തീബുണ്ട്. അപ്പൊ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിജ്ഞാനത്തിൽ നിന്നും ഏറ്റവും മികച്ചത് തെരഞ്ഞെടുക്കൽ അത്യാവശ്യമാണ്. ആദ്യം നിലവിലെ സാഹചര്യങ്ങളിൽ ആവശ്യമായി വരുന്ന മതനിയമങ്ങൾ, പിന്നീട് ഭാവിയിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് പഠിക്കേണ്ടത്. അപ്പൊ ഏതിനാ മുൻഗണന നൽകേണ്ടത് ഇനി നോക്കുക. വയുഖദ്ദിമ ഇൽമ തൗഹീദി, അപ്പോൾ ഇൽമു തൗഹീദിന് മുൻഗണന നൽകണം. വയഅരിഫല്ലാഹ ബിദ്ദലീലി, ദലീല് മുഖേന, ലക്ഷ്യങ്ങൾ മുഖേന അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിനും, ഇൽമു തൗഹീദിനും ലക്ഷ്യങ്ങൾ മുഖേന അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിനും മുൻഗണന നൽകണം. എന്താ കാരണം? ഫഇന്ന ഈമാനൽ മുഖല്ലിദി, കാരണം പറയുക, ഫഇന്ന ഈമാനൽ മുഖല്ലിദി, തീർച്ചയായും മുഖല്ലിദിന്റെ ഈമാൻ. മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാമിനെ പിൻപറ്റി ജീവിക്കുന്ന ആളാണ് മുഖല്ലിദ്. ഒരു ഇമാമിനെ ഒരാളെ പിൻപറ്റി ജീവിക്കുന്ന ആളെ കുറിച്ചാണ് മുഖല്ലിദി എന്ന് പറയുക. അപ്പൊ ഇവിടെ പറഞ്ഞത് ഫഇന്ന ഈമാനൽ മുഖല്ലിദി, വിശ്വാസപരമായ കാര്യത്തിൽ ഇമാമിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുടെ വിശ്വാസം, ആളുടെ ഈമാന്, വഇൻകാന സ്വഹീഹൻ ഇന്ധന, അത് നമ്മുടെ അടുക്കൽ, നമ്മുടെ വീക്ഷണം അനുസരിച്ച് അത് ശരിയാണെങ്കിലും, നമ്മളെന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വീക്ഷണം അനുസരിച്ച് അത് സ്വഹീഹാണെങ്കിലും, എങ്കിലും യകൂനു ആസിമൻ ബി തർക്കിൽ ഇസ്തിദ്ലാലി, ലക്ഷ്യങ്ങളും തെളിവുകളും ഉപേക്ഷിച്ചതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാകും. നമ്മുടെ വീക്ഷണം അനുസരിച്ച് ഏതെങ്കിലും വിശ്വാസപരമായ ഒരു ഇമാമിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുടെ വിശ്വാസം ശരിയാകുമെങ്കിലും ലക്ഷ്യങ്ങളും തെളിവുകളും ഉപേക്ഷിച്ചതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാകും. വയഖ്താറൽ അതീക ദൂനൽ മുഹദസാത്തി, വയഖ്താറ, തെരഞ്ഞെടുക്കേണ്ടത് എന്തിനെയാണ്? അൽ അതീക, അതീക്കിനെ, അതായത് പരമ്പരാഗതമായി, പുരാതനമായ, ഉന്നതവുമായ വിജ്ഞാനങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ദൂനൽ മുഹദസാത്തി, മുഹദസാത്തുകളെയല്ല, പുതിയ വിജ്ഞാന ശാഖകളെയല്ല, നേരെ മറിച്ച് പഴയ വിജ്ഞാന ശാഖകളെ, പുരാതനവുമാണ്, പരമ്പരാഗതമായ, ഉന്നതമായ വിജ്ഞാനങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. വലാ യശ്ഗലു ബിൽ ജദലി, വലാ യശ്ഗലു, ജോലിയാവരുത്, വ്യാപൃതനാവരുത്, ബിൽ ജദലി, തർക്കത്തിൽ. വിദ്യാർത്ഥി ഒരിക്കലും തർക്കത്തിൽ വ്യാപൃതനാവാൻ പാടില്ല. എന്താ കാരണം? ഫഇന്നഹു യുബ്ഇദു അനിൻ നിയ്യ, ഫഇന്നഹു, തീർച്ചയായിട്ടും അത് യുബ്ഇദു, വിദൂരത്താക്കും, അനിൻ നിയ്യത്തി, നിയ്യത്തിനെ തൊട്ട്, നമ്മുടെ ഉദ്ദേശത്തിനെ തൊട്ട് അത് വിദൂരത്താക്കും. വയുളയ്യുൽ ഉംറ, അതേ പ്രകാരം തന്നെ അത് പാഴാക്കും. എന്തിനെ? അൽ ഉംറ, വയസ്സിനെ, ആയുസ്സിനെ പാഴാക്കുന്നതാണ്. അപ്പോ വിദ്യാർത്ഥിയെ തന്റെ നിയ്യത്തിൽ നിന്ന് അകറ്റുന്നതും ആയുസ്സിനെ പാഴാക്കുന്നതുമാണ്.
വയൂരിസുൽ വഹ്ശത, വയൂരിസു അത് അനന്തരമെടുക്കും അൽ വഹ്ശത കാടത്തത്തിന്, ഒരു ഒറ്റപ്പെടലിന്, വൽ അദാവത്ത ശത്രുതയെയും അത് അനന്തരമെടുക്കും, അത് കാരണമായിട്ട് ശത്രുതയൊക്കെ ഉണ്ടാകും. പിന്നെയോ വഹുവ, വഹുവ ജദല് കൊണ്ട് ശുഗലാവുക എന്നത് മിൻ അശ്റാത്തി സാഅ, അത് അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതുമാണ്. മിൻ അശ്റാത്തി സാഅ, അശ്റാത്തു സാഅയിൽപ്പെട്ടതാണ്, അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതുമാണ്. വർത്തിഫാഉൽ ഇൽമി വൽ ഫിഖ്ഹി, അതേ പ്രകാരം തന്നെ ഇൽമ് വിജ്ഞാനം ഉയർത്തപ്പെടുക, വിജ്ഞാനം ഉയർത്തപ്പെടുക. വൽ ഫിഖ്ഹി കർമ്മശാസ്ത്രവും, വിജ്ഞാനവും കർമ്മശാസ്ത്രവും ഉയർത്തപ്പെടുന്നത് അതെന്താണ്? ഇതും അന്ത്യനാളിന്റെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. കമാ വറദ ഫിൽ ഹദീസി, ഹദീസിൽ എന്താക്കിയിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് വലാ യശ്ഗലു ബിൽ ജദലി ഫഇന്നഹു യുബ്ഇദു അനിൻ നിയ്യ വയുളയ്യിഉൽ ഉംറ, നിന്റെ വയസ്സിനെ അത് പാഴാക്കി കളയും. വയൂരിസുൽ വഹ്ശത, അത് ഒറ്റപ്പെടലിന് കാരണമാകും. അതേ പ്രകാരം തന്നെ ശത്രുതക്കും, ഒറ്റപ്പെടലിനും ശത്രുതക്കും അത് കാരണമാകും. അത് അനന്തരമെടുക്കുന്ന, അതിന് ജദലുണ്ടായി കഴിഞ്ഞാൽ അത് ഒറ്റപ്പെടാനും അതേ പ്രകാരം തന്നെ ശത്രുതക്കും കാരണമാകുന്നതാണ്. വഹുവ മിൻ അശ്റാത്തി സാഅത്തി വർത്തിഫാഉൽ ഇൽമി വൽ ഫിഖ്ഹി കദാ, വർത്തിഫാഉൽ ഇൽമി വിജ്ഞാനം ഉയർത്തപ്പെടുക, വൽ ഫിഖ്ഹി കർമ്മശാസ്ത്രം ഉയർത്തപ്പെടുക, ഇതൊക്കെ അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അവസാന നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. വ അമ്മ ഇഖ്തിയാറുൽ ഉസ്താദി, അപ്പോൾ ഉസ്താദിനെ തിരഞ്ഞെടുക്കുക. ഇനി ഗുരുനാഥന്മാരെ, ഉസ്താദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഫയംബഗി അത്യാവശ്യമാകും അൻ യഖ്താറൽ അഅലമ, നല്ല അഗാധ ജ്ഞാനമുള്ള ആളെ തിരഞ്ഞെടുക്കണം. വൽ ഔറഅ, അതേ പ്രകാരം തന്നെ നല്ല സൂക്ഷ്മശാലിയായ ആളെയും തിരഞ്ഞെടുക്കും. വൽ അസന്ന, അതേ പ്രകാരം തന്നെ നല്ല വയസ്സുള്ള ആളുമായിരിക്കണം. അപ്പൊ അമ്മ ഇഖ്തിയാറുൽ ഉസ്താദി, അപ്പോൾ ഉസ്താദിനെ തിരഞ്ഞെടുക്കൽ ഫയംബഗി അത്യാവശ്യമാകും അൻ യഖ്താറൽ അഅലമ, നല്ല വിജ്ഞാനമുള്ള ആളായിരിക്കണം. വൽ ഔറഅ, നല്ല സൂക്ഷ്മത ഉള്ള ആളായിരിക്കണം. വൽ അസന്ന, നല്ല വയസ്സുള്ള ആളായിരിക്കണം. കമ ഇഖ്താറ അബൂ ഹനീഫത്ത, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അവര് തിരഞ്ഞെടുത്തതുപോലെ. ആരെ? ഹമ്മാദ് ബിൻ സുലൈമാൻ, ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു, ഹമ്മാദ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത് നമുക്കൊക്കെ മാതൃകയാണ്. അപ്പോ കമസ്താർ അബൂ ഹനീഫത്ത, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമ് തെരഞ്ഞെടുത്തതുപോലെ ആരെ? ഹമ്മാദ് ബിൻ സുലൈമാൻ റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹനീഫ ഇമാമ് തെരഞ്ഞെടുത്തതുപോലെ ബഅദ തഅമ്മുലി വത്തഫക്കുരി, നല്ലോണം ചിന്തിച്ച്, ശരിക്കും ആലോചിച്ച് ചിന്തിച്ച ശേഷമാണ് എന്താക്കിയത്? തെരഞ്ഞെടുത്തത്. വഖാല, ബഹുമാനപ്പെട്ടവര് പറഞ്ഞു. ആര്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമ് പറയുകയാണ്, വജത്തുഹു ശൈഖൻ വഖൂറൻ ഹലീമൻ സബൂറൻ, വജത്തുഹു, ഞാൻ എത്തിച്ചു. ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹനീഫ ഇമാമ് ഉസ്താദായിട്ട് തെരഞ്ഞെടുത്തതാണല്ലോ. ബഅദ തഅമ്മുലി വത്തഫക്കുരി, നല്ലോണം ചിന്തിക്കുകയും അതേ പ്രകാരം തന്നെ ആലോചിക്കുകയൊക്കെ ചെയ്ത ശേഷമാണ് ഗുരുവായി തെരഞ്ഞെടുത്തത്. അത് നമുക്ക് മാതൃകയാണ്. ഖാല, അബൂ ഹനീഫ ഇമാമ് പറഞ്ഞു, വജത്തുഹു ശൈഖൻ വഖൂറൻ ഹലീമൻ സബൂറൻ, സഹനശേഷിയും ക്ഷമാശീലനും നല്ല ഗാംഭീര്യവും ഉള്ളൊരു മഹാനെയാണ് ഞാൻ എന്താക്കിയത്? തെരഞ്ഞെടുത്തത്. നല്ലൊരു മഹാനെയാണ്. വഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമ് പറയുകയാണ്, സബത്തു ഇൻദ ഹമ്മാദിൻ ഫശിബ്തു, ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ, ഗുരുവര്യരായ ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ ഈ ഒരു നിലയിലേക്ക് വളർന്നു. ഈ ഒരു നിലയിലേക്ക് വളർന്നത് ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉറച്ചു നിന്നു. ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉറച്ചു നിന്ന് ഇങ്ങനെ ഞാൻ ഈ രൂപത്തിൽ ഞാൻ വളർന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി വയുശാവിറു ഫീ ത്വലബിൽ ഇൽമി, വയുശാവിറു, മുശാവറ ചെയ്യണം, കൂടിയാലോചന നടത്തുക. അതെന്താണ്? അത്യാവശ്യമാണ്. എവിടെ? ഫീ ത്വലബിൽ ഇൽമി, ഇൽമിനെ തേടുന്നതിൽ, വിജ്ഞാന സമ്പാദനത്തിന് ഒരുങ്ങുമ്പോൾ എന്താക്കണം? കൂടിയാലോചന നടത്തണം. കാരണം എന്താണ്? വയുശാവിറു ഫീ ത്വലബിൽ ഇൽമി, ഇൽമിനെ തേടുന്നതിൽ കൂടിയാലോചന നടത്തണം, മറ്റുള്ളവരുമായിട്ട് കൂടിയാലോചന നടത്തണം. അത് അത്യാവശ്യമാണ്. മുശാവറ ചെയ്യണം.
എന്താ അതിന്റെ കാരണം? ഫഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അമറ റസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു കൽപ്പിച്ചു, ബിദാലിക, മുശാവറ കൊണ്ട്. കാരണം എന്താണ്? വലം യകുൻ അഹദുൻ അഫ്തന മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുശാവറ നടത്താൻ കൽപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങള് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല, എങ്കിലും നബി തങ്ങളോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശാവറ നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യുശാവിർ ഫി ജമീഇ ഉമൂരിഹി ഹത്താ ഹവായിജിൽ ബൈത്തി, വീട്ടിലെ കാര്യങ്ങൾ വരെ, തന്റെ വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടല്ലോ, വീട്ടിലെ കാര്യങ്ങൾ വരെ എല്ലാ കാര്യങ്ങളും നബി തങ്ങൾ കൂടിയാലോചന നടത്തുമായിരുന്നു, മുശാവറ നടത്തുമായിരുന്നു. അപ്പൊ മുശാവറ നടത്തണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹലക ഇംറുഉൻ അൻ മശ്വറ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയാ, മുശാവറ അഥവാ കൂടിയാലോചന നടത്തിയ ഒരാളും നാശം അടഞ്ഞിട്ടില്ല, നാശത്തിലായി പോയിട്ടില്ല. അതാ മാ ഹലക ഇംറുഉൻ, ഒരാൾ നാശത്തിലായിട്ടില്ല, അൻ മശ്വറ, കൂടിയാലോചന നടത്തിയ. അപ്പൊ കൂടിയാലോചന നടത്തിയ ഒരാളും നാശത്തിലായി പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുമായി കൂടിയാലോചന നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും മുശാവറ നടത്താൻ കൽപ്പിച്ചിട്ടുണ്ട്. കാരണം തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിശാലിയല്ലേ? ആ തങ്ങളോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശാവറ നടത്താൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് കാര്യമായാലും അതിലൊക്കെ മുശാവറ നടത്തണം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.